മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വല്ലുഹ സൂറത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വല്ലുഹ സൂറത്തിലുണ്ട്. ആര് തിരഞ്ഞു നോക്കിയാലും കാണും. എവിടെയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തിരഞ്ഞു നോക്കിക്കോളി. കണ്ടില്ലെങ്കിൽ അപ്പം ബന്ധപ്പെട്ടാൽ മതി, അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു. പണ്ട് പൈസ കുറവുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലുഹ സൂറത്തിൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു. ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹ വല്ലൈലി. ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി, ചെറിയൊരു ടെൻഷൻ എന്ന് നമ്മളെ ഭാഷയിൽ പറയാണ്. അതേസമയത്ത് നബി തങ്ങൾ ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല. നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ. ആ സമയത്ത് നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ അഖല. ളുഹ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല എന്ന് തൽസമാത്തിന്റെ കിതാബിലുണ്ട്. ളുഹ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല. ഒക്കെ കൂടിയും തമ്മിൽ ഇങ്ങനെ കുറെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെന്റെ സംഗതി. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടും ഇറങ്ങിയതാണ് വല്ലുഹ സൂറത്ത്. അതിൽ നബിയെ നിങ്ങൾ പൈസക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ പിന്നാക്കം പോന്നാൽ ആർക്കാ പൈസ കുറവുണ്ടായിട്ടുള്ളത്? ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു. ഒരിക്കൽ മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങളെ കപ്പല് കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആ പിടിച്ച കപ്പൽ ഇങ്ങളതല്ല വേറെ ആരതാണ്. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതെന്തിനപ്പം ഞാൻ പറഞ്ഞു എന്നറിയാം, നിങ്ങൾ കപ്പൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. ഗൗസുൽ ആദം 470 ഹിജ്റ 470 മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം. ഹിജ്റ 470. 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 25-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. 25 കൊല്ലം ഉമ്മാന്റെ അടുത്ത് നാട്ടിലായിരുന്നു. 25 വയസ്സിന് ശേഷം നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു. റോഡ് സൈഡിൽ വെള്ളക്കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ വീണ്ടും 25 കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു. 50 വയസ്സ് 40 കൊല്ലം വയല് പറഞ്ഞു, അപ്പോഴും കച്ചവടമുണ്ട്. 90 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ 40 ഇറ്റാണ്ടോളം വയല് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി. നല്ല പൈസക്കാരനായിരുന്നു. പൈസക്കല്ല കുഴപ്പം, പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം. പൈസക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടന്നാൽ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഉണ്ടാക്കണം, പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം. സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. എന്താ സമ്പത്ത് കേടുവരാന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതൽ അപഹരിച്ചത് ബർക്കത്തുണ്ടാവില്ല. അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്യാപ്പോ വഖഫ് ചെയ്തു തരുന്നു. പിന്നെ നോക്കുമ്പോൾ റിക്കാർഡൊന്നും കാണാനില്ല. റിക്കാർഡില്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താലും ഒരു നേരാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ. സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത്, സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തുകൊണ്ടേറ്റ് വിറ്റിക്കുക. സ്ത്രീകളുടെ ആഭരണം എടുക്കാം, പക്ഷെ നല്ലോണം സമ്മതം വേണം. വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചറിയാണ്, കുട്ടികളെ
ഇമ്മാക്ക് റോഡ് സൈഡിൻ്റെ ആ ചാരിയിട്ടൊരു 3 സെന്റും കൂടി ഏറെ അളന്നിട്ടാളി. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ ട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖത്തർക്ക് പോകണ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല. ആണെങ്കിൽ ഇപ്പം അതിൻ്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ. തൃപ്തിപ്പെട്ട് കൊടുത്തതിൻ്റെ കണക്ക് പറയാൻ പാടില്ല. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാതരാനൊക്കെ ചെന്നാൽ ആൾക്കാർ വന്നിട്ട് പറയും, ഈ പള്ളിപ്പറമ്പൊക്കെ എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതാണ് എന്ന്. ഓൻ്റെ വല്യാപ്പാക്ക് തന്നെ അതിൽ അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓന് തീരെ അവകാശമില്ല. പിന്നെന്താ പറയേണ്ട ആവശ്യം? വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതോടുകൂടി അതിൻ്റെ അവകാശം നീങ്ങി, അതിൻ്റെ മിൽക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓൻ്റെ വല്യപ്പാക്ക് അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓൻ ഒട്ടും അവകാശമില്ല. പിന്നെ എന്തിനത് കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം? ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറയണത്. അതെന്തേ സംഗതി? വല്യാപ്പാൻ്റെ വാപ്പ അന്ന് കൊടുത്തതേ അത്രയിട്ടൊന്നും കൊടുക്കേണ്ടിന്നില്ല എന്ന് മനസ്സിലുള്ള എന്താണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതൊക്കെ എൻ്റെ വാപ്പ കൊടുത്തത്, വല്യാപ്പ കൊടുത്തതാണ് എന്ന് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. എന്ന മാതിരിയാണ് മുതലൊരു വെക്കുമ്പോൾ പെണ്ണുങ്ങളെ വർത്താനം. അപ്പോൾ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസമാണ്. അതേസമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കെത്തൂല. ഇതന്നെ സംഗതി. പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത്, പലിശന്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് ബർക്കത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങാടിയിലെ 4 പീഡിയ റൂമും വാടക കിട്ടാനുള്ള 2 കോട്ടേഴ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനേ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശൻ്റെ അടിയിൽ കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ. പിന്നെ എങ്ങനെ കുട്ടികളെ വരാകാം? അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറയും. വരുമാനം കേടുവന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. 5 വക്തിനും പള്ളിക്കണ്ട്, സുബഹിക്ക് മുടങ്ങാതെ ഉണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. അങ്ങനെ ഉണ്ടാക്കിയ മുതൽ നേരാവൂല, അത് തിന്ന കുട്ടികൾ നേരാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. 1000 ഉറുപ്യക്ക് പണിയെടുത്തിട്ട് 990 ഉറുപ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ്. 1000 ഉറുപ്യക്ക് ജോലി ചെയ്തിട്ട് 1500 ഉറുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ്. പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയും ഉണ്ടാക്കിയാൽ മക്കൾ കേടുവരും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2 എണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുന്യാ, ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാകുന്നു. 2 കാരണമാണ്. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആർക്കെപ്പോഴും സംഭവിക്കാന്നാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, പോകല്ലേ എന്ന് ചോദിച്ചാൽ എന്തേക്കാരം നമ്മളെ മറുപടി? വേണ്ട, നമ്മൾ വെറുതെ സങ്കല്പിക്കുക, നാളെ ഈ നേരമാകുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് റെഡിയാകാം എന്നെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതല്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്ങനെ? നാളെ ഈ നേരം ആരോസ്കാരം കഴിയുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കും. വേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വന്നോളി, അപ്പോത്തിന് ഞാൻ റെഡിയാകാമെന്ന് പറയാൻ നമുക്ക് കഴിയോ? വേണ്ട, അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി, അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിലെത്തിക്കാം എന്ന് പറയാൻ കഴിയോ? അതും വേണ്ട, അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ആളുകൾ പറയും, ഞാൻ അള്ളാഹിൻ്റെ ആളാണ്, പടച്ചോൻ്റെ ആളാണ്, പടച്ചോൻ എന്നോടും നല്ല ഇഷ്ടമാണ്, എനിക്ക് പടച്ചോനൊന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അള്ളാഹുവിൻ്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം, നബിയെ നിങ്ങൾ അവരോട് പറയുക,
ഫതമന്നഉൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹുവിൻ്റെ ആളുകളാണ്, റബ്ബാനിയാക്കളാണ്, റബ്ബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് പറയൂ, ഫതമന്നഉൽ മൗത, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ തയ്യാറായിക്കാണീ എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. ദുനിയാവ്, ഇത് പറഞ്ഞതിന് ദുനിയാവ് വേണ്ടാന്ന് ഒരിക്കലും അർത്ഥമില്ല കേട്ടോ. അതുക്കേല് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുഹദ് എന്ന് പറഞ്ഞാൽ മുതൽ ഇല്ലാതിരിക്കലല്ല, മുതലുമായി ഖൽബിന്റെ ബന്ധം ഇല്ലാതിരിക്കലാകുന്നു എന്ന്. സത്യത്തിൽ സമ്പത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഫഖറാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ഹർക്കത്തുമില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ട്. എന്നാ എല്ലാവരും എൻ്റെ ഒപ്പം ഒരു യാ നബി ചൊല്ലിട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് വരുമാനം കേടുവന്നതാണ്, സമ്പത്ത് കേടുവന്നതാണ്.